കായംകുളം നഗരസഭയിൽ അതിദരിദ്രരെ കണ്ടെത്തുന്ന വിഷയത്തിൽ അലംഭാവം കാട്ടുകയാണ് ഭരണപക്ഷമെന്നാരോപിച്ച് UDF സമരം നടത്തി. വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കടുപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ അതിദരിദ്രരെ കണ്ടെത്തുന്ന വിഷയത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. UDFന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ സമരവും സംഘടിപ്പിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കായംകുളം നഗരസഭയിലെ 29 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമി വീതം നൽകാൻ മുമ്പ് നിർദ്ദേശം വെച്ചിരുന്നു. നഗരസഭയുടെ അനാസ്ഥ കാരണം യഥാസമയം ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഭരണാധികാരികളും വസ്തു സംബന്ധമായ രേഖകൾ സമയബന്ധിതമായി നൽകാതിരുന്നതുകൊണ്ട് ഇത് നഷ്ടമായതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം സംസ്ഥാനത്താകമാനമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കി അവർക്ക് 5 സെന്റ് ഭൂമിയും അവരൊരു വീടും വെച്ച് കൊടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി. അങ്ങനെ കായംകുളം നഗരസഭയിലും സർവേ നടത്തി 29 കുടുംബങ്ങളെയാണ് കായംകുളം പട്ടണത്തിൽ നിന്നും കണ്ടെത്തിയത്. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള സ്ഥലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കായംകുളമായിരുന്നു. എന്നാൽ ഈ അവസരത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അതിദരിദ്രർക്ക് 5 സെന്റ് ഭൂമി വാങ്ങിക്കാൻ 2.5 ലക്ഷം രൂപ തരാമെന്നും അതിനായി ഭൂമി കണ്ടെത്തി കൊടുക്കാനും നമ്മുടെ നഗരസഭയെ അറിയിച്ചു. എന്നാൽ അവർ പറഞ്ഞതിനെ മാനിക്കാതെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ പഞ്ചായത്തുകൾ ലിസ്റ്റ് കൊടുത്ത് നഗരസഭയ്ക്ക് തരാമെന്ന് പറഞ്ഞ പണം കൂടി പഞ്ചായത്തുകൾ കൈയാളിക്കൊണ്ടുപോയി. ഈ അവസരത്തിൽ കൂടിയ നഗരസഭാ യോഗത്തിൽ എല്ലാവരുടെയും തീരുമാനപ്രകാരം ഈ 29 കുടുംബങ്ങൾക്കും നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ തീരുമാനിക്കുകയും അതിനായി പത്രപരസ്യം നൽകണമെന്ന് UDF ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും കൂട്ടാളികളുടെയും മറ്റും നിർദ്ദേശപ്രകാരം ചെട്ടികുളങ്കരയ്ക്ക് കിഴക്ക് പഞ്ചായത്തിൽ പോയി ഒരു ഭൂമി കണ്ടെത്തി. ആ ഭൂമി വെള്ളം നിൽക്കുന്നതാണ്. അതുമാത്രമല്ല, ആ ഭൂമിക്ക് 35 ലക്ഷം രൂപ 2 സഹകരണ ബാങ്കുകളിലായി ലോൺ എടുത്തതിന് ജപ്തി കുടിശ്ശികയുണ്ട്. ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കരുതെന്ന് പറഞ്ഞു. പാവപ്പെട്ടവരോട് വഞ്ചന കാട്ടിയ ഈ ഭരണ നേതൃത്വം അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതല്ലെങ്കിൽ മറുപടി പറയുന്നവരെ UDF സമരമുഖത്ത് നിൽക്കും, സമരവുമായി മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. നീതി കാണിക്കാൻ കഴിയാത്ത ഭരണ നേതൃത്വം 27 ലക്ഷം രൂപ കൊടുത്ത് മാലിന്യ പ്ലാന്റ് സംസ്കരിക്കാൻ വാങ്ങിയ ധൃതി ഈ പദ്ധതിയിൽ കാണിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭരണപക്ഷത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ തുടർ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, K പുഷ്പദാസ്, AP ഷാജഹാൻ, ബിദു രാഘവൻ, ബിജു നസറുള്ള, അൻസാരി കൊയ്ക്കലത്ത്, ഗീത, ഷൈനി ഷിബു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.